വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിഞ്ഞൊരു വിഷയമാണ് ആലപ്പാട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തിന്റെ പ്രശ്നം. ഇവിടെ നടക്കുന്നത് IR എന്ന് പറയുന്ന വൻ കമ്പനി നടത്തുന്ന ഖനനമാണ്. ആ ഖനനം മൂലം ഇന്ന് ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായും നാശത്തിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ പ്രതികരിക്കേണ്ട സമയം ഏറെ കഴിഞ്ഞു, എന്നിട്ടും അധികാരികൾ ഇത് കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഈ പ്രശ്നം ഇത്രയും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും മാധ്യമങ്ങളിലൂടെ ആയാലും ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് പോലും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു പരിഹാര മാർഗം ഞങ്ങൾ ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. ഈ നാടിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്തത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒരു സ്വകാര്യ സംഘടനകളുടെയോ ഒരു പിൻബലത്തോടെയല്ല. ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണിത്. അതായത് ഇന്ത്യൻ ഭരണഘടന പോലും നമുക്ക് ഈ അവകാശം നൽകി തന്നിട്ടുണ്ട്. എന്നിട്ടും ഒരു ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ആ അവകാശം നിഷേധിക്കപ്പെടുകയാണ്. ഞങ്ങൾ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്, അല്ലാതെ ആരുടെ ഔദാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ അവകാശം അത് നേടിയെടുക്കാൻ വേണ്ടി മരണം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഒരു ഇഞ്ച് ഭൂമി പോലും ഇനി IR എന്ന് പറയുന്ന വൻ കമ്പനിക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഇത് തീർത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ കേരളം ഒട്ടാകെ, കാരണം ഈ പ്രശ്നം ആലപ്പാടിന്റെ മാത്രം വിഷയമല്ല, കേരളത്തിൽ മൊത്തമുള്ള വിഷയമാണ്. ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അങ്ങനെയാണ്. നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് പറയാം, സേവ് ആലപ്പാട്, സ്റ്റോപ്പ് മൈനിങ്, സേവ് കേരള. ഹലോ, നമസ്തേ, വണക്കം. ദിസ് ഈസ് യുവർ ടോണി. വെൽക്കം ടു മൈ ചാനൽ ടോണി സ്റ്റോറീസ്. മച്ചാമാരെ, കറൻ്റ്ലി ഞാൻ നിൽക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റ് ആലപ്പാട് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അറിയാം, പല കാര്യങ്ങളും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നതാണ്. വളരെയധികം സങ്കടത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബിക്കോസ് നമ്മൾ താമസിക്കുന്ന സ്ഥലം നമുക്ക് നഷ്ടപ്പെടാണെങ്കിൽ എനിക്ക് വേറെ വേർഡ്സ് കിട്ടുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. സാധാരണ ഒരു വീഡിയോ അല്ല ഇത്. ഈ ഒരു കോഴ്സിനെതിരെ എൻ്റെ ഒരു പ്രൊട്ടസ്റ്റാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വഴി. സാധാരണ എപ്പിസോഡ് പോലത്തെ ഒരു എപ്പിസോഡല്ല. ഞാൻ ഇതിനകത്തൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ പരമാവധി കാണിച്ചു തരാണ്. ബിക്കോസ് പറയുന്നേക്കാളും കൂടുന്നത് കാണിക്കുമ്പോഴാണ് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇതിപ്പോൾ എന്താണ് സംഭവം, ഇത് വീട് ഇങ്ങനെ കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ആവാനുള്ള കാരണം കാലാകാലങ്ങളായിട്ടുള്ള ഇവിടെയുള്ള കരിമണൽ ഖനനം എന്ന് പറഞ്ഞ ഒരു വൻ ആൾക്കാരുടെ, അതല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം എന്ന് പേര് പ്രവർത്തിക്കുന്ന IR, KMML എന്ന് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അശാസ്ത്രീയമായ കരിമണൽ ഖനനം കൂടെ ഒഴിഞ്ഞുപോയ ജനങ്ങളുടെ സ്മാരകമായിട്ടാണ് ഈ വീട് ഇവിടെ നിൽക്കുന്നത്. ആലപ്പാട് വരാനും എൻ്റെ സുഹൃത്ത് വിശാഖടക്കമുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോഴാണ് വിഷയത്തിൻ്റെ ഗൗരവം കുറേ കൂടെ മനസ്സിലായത്. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആഴമേറിയതിൻ്റെ സാങ്കേതികത്വങ്ങൾ പഠിച്ചിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും മറ്റും പ്രതികരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ഇമോഷൻ വളരെ ജെനുവിനാണ്. അവരുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി ശ്രദ്ധ വരണം. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, സിവിൽ സൊസൈറ്റി ആക്ടിവിസ്റ്റുകൾ, സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ അടിയന്തരമായി ശ്രദ്ധിച്ച് ഒരു ജനതയുടെ വേദനയും അവരുടെ കരച്ചിലുമാണ്, അവരുടെ നിലവിളി. സാങ്കേതികത്വങ്ങൾ പലതും കാണാം, നിയമങ്ങൾ പലതും കാണാം, പക്ഷേ അവരുടെ നിലവിളി കേൾക്കാതിരിക്കാൻ ഒരു ഭരണകൂടത്തിനോ സമൂഹത്തിനോ നമ്മുടെ കേരള ജനതയ്ക്ക് ആകില്ല. സേവ് ആലപ്പാടിന് എല്ലാവിധ പിന്തുണയും സഹകരണവും പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പഠിച്ച് ഒരു സമവായത്തിലേക്ക് എത്താനും ഈ ജനതയുടെ ഈ വിഷമം അഡ്രസ്സ് ചെയ്യാനും ദിവസങ്ങളായി തുടരുന്ന, ഇപ്പോൾ 72ഓളം ദിവസങ്ങളായി തുടരുന്ന ഈ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ സമരത്തിന് ഗൗരവപരമായ ഒരു പരിഹാരം നമ്മുടെ ഭരണകൂടം മുമ്പോട്ട് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് ചന്ദ്രദാസ് എന്നാണ്. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നില്ല. ഞാൻ ഈ സമരസമിതിയുടെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ഈ സമരം നടത്തുന്നത് സത്യസന്ധമായിട്ടും ഞങ്ങൾക്കിവിടെ ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോട് മാത്രമാണ്. ഞങ്ങൾക്ക് മറ്റു യാതൊരു വിധമായ ഉദ്ദേശവുമില്ല. ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു,
ഇനി ഞങ്ങളുടെ ഭൂമി അവശേഷിക്കുന്നത് 7.6 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തിലെ പല സ്ഥലത്തും കടലും കായലും കൂടി ഒന്നിക്കാൻ ഈ 10-15 മീറ്റർ സ്ഥലം മാത്രമേ ഉള്ളൂ. പോലുള്ള ഒരു 3 തിരയടിച്ചാൽ ആ പ്രദേശമെല്ലാം ഈ ദേശീയ ജലപാതയിൽ ചെന്ന് പതിക്കും. ദേശീയ ജലപാതയിൽ ചെന്ന് പതിച്ചാൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതം കേരളത്തിന് വലുതായിരിക്കും. കേരളം കാണുന്നതിലും കേരളത്തിൻ്റെ ഭരണാധികാരികൾ കാണുന്നതിനേക്കാളും ഭീകരമായിരിക്കും അത്. പക്ഷേ പാർശ്വവൽകൃത സമൂഹത്തിൽപ്പെട്ട ഞങ്ങൾ പറഞ്ഞാൽ ആർക്കും അതിനെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയില്ല. അനുഭവം വരുമ്പോൾ അവർ തീർച്ചയായും അത് പഠിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, സ്റ്റോപ്പ് മൈനിങ്, സേവ് ആലപ്പാട്, സേവ് കേരള. ചിലരൊക്കെ പറയുന്നു അത് മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ വെള്ളം ഉണ്ടായിരുന്നു, അത് സത്യമാണ്. വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ തുടർന്ന് വരുന്ന അടുത്ത ഒരു ദുരന്തം അത് കടലിലായി. ആ കടലിൽ ദുരന്തം വന്ന് ഈ ഭൂപ്രദേശം നഷ്ടപ്പെട്ടു പോയാൽ സംഭവിക്കാവുന്നത്, ഇത് തിരയടിച്ചടിച്ച് പ്രതിരോധ ശേഷി കിടക്കുന്ന ഒരു ബണ്ടാണ്. ഈ ബണ്ട് തകർന്നു കഴിഞ്ഞാൽ നേരെ കിഴക്കുവശം കിടക്കുന്ന ദേശീയ ജലപാത, ആ ദേശീയ ജലപാത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അപ്പോൾ കടലായല്ലോ. ആ അപ്പുറത്തുള്ള തീരമെന്ന് പറയുന്നത് ചേറ് നിറഞ്ഞ പ്രദേശമാണ്. അത് കലങ്ങിപ്പോകത്തുകയാണ്. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട ശുദ്ധജല തടാകം, കുട്ടനാട്, അപ്പർ കുട്ടനാട് എല്ലാം വെള്ളത്തിലാണ്. അപ്പോൾ മച്ചാന്മാരെ, ഞാൻ വളരെ അധികം സങ്കടത്തോടെയാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഞാൻ സാധാരണ ഒരു വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യാൻ പറയും, സബ്സ്ക്രൈബ് ഒക്കെ പറയും. പക്ഷേ ഇതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല. ആകെ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ, പരമാവധി ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക. ദാറ്റ്സ് ദ ഓൺലി മോട്ടീവ്. ബിക്കോസ് ഇപ്പോഴും പല ആളുകളും ഇതിനെക്കുറിച്ച് അറിയാത്തതുണ്ട്.